ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സൗമ്യ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കിവി ഐസ്ക്രീമാണ്. ഇത് വളരെ എളുപ്പം തന്നെയാണ്, ഒത്തിരി പാടൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഞാൻ 2 എണ്ണം നമ്മുടെ ഇതിനകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ വൈൻ ഗ്ലാസ്സിനകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മക്കൾക്ക് ലോലിപോപ്പായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഈ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ടൂത്ത് സ്റ്റിക്ക് ഒക്കെ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അല്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 2 രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബട്ടണിലും അമർത്തണേ. അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. നമ്മുടെ കിവി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കിവി തൊലിയൊക്കെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കിവിക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. ആസ്മയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കിവിയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇനി നമ്മുടെ ഈ കിവിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. ഈ പാലെന്ന് പറയുന്നത് 200 ml ഉണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. നമുക്ക് ഏത് പാൽപ്പൊടി വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് നിഡോയുടെ പാൽപ്പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ എത്രയാണോ പാൽപ്പൊടി എടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ വേണം പഞ്ചസാരയും എടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഞാൻ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് വെച്ചതിന് ശേഷം 5 മണിക്കൂർ നേരത്തിന് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എടുക്കണം. ഇപ്പോൾ ഇത് 5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തോട് മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുകയാണ്, പെട്ടെന്നൊന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹാൻഡ് മിക്സറാണ്. ഹാൻഡ് മിക്സർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ക്രീം ആണെങ്കിലും നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം പാത്രത്തോട് മാറ്റി നമുക്കൊരു 8 മണിക്കൂർ നേരത്തേന് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഞാൻ ഐസ്ക്രീം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 എണ്ണം ഞാൻ വൈൻ ഗ്ലാസ്സിലോട്ട് മാറ്റിയേക്കുവാണ്. എൻ്റെ മക്കൾക്ക് ഇതുപോലെ ലോലിപോപ്പായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ടൂത്ത് സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ 3 ഗ്ലാസ്സിലോട്ടും മാറ്റി 2 സെറ്റായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ തണുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ തണുപ്പൊക്കെ ഒന്ന് വിട്ടോളും. അപ്പോൾ അതിന് നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് തൂത്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇച്ചിരി വെള്ളത്തിനകത്ത് മുക്കി വെച്ചാലും മതി പാത്രം. അപ്പോഴത്തേനും ഇത് ഈസി ആയിട്ട് വിട്ടും പോരും. അതേപോലെ സൈഡ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അന്നേരത്തേനും ഇത് ഈസി ആയിട്ട് പോരുവേ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ആൽമണ്ടും പിസ്താഷ്യോയും കൂടെ ക്രാഷ് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പയ്യെ സ്പൂണും കൊണ്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്